ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആപ്പ് ടേസ്റ്റ്. ഇന്നിവിടെ ഒരു അടിപൊളി ചിക്കൻ ഡിഷുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്കിന്ന് ചിക്കൻ ചുക്ക എന്ന് പറയുന്ന ഡിഷ് ട്രൈ ചെയ്ത് നോക്കാം. ഇതൊരു ഡ്രൈ ടൈപ്പ് ഡിഷാണ്. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനാവശ്യമായിട്ടുള്ള ചിക്കൻ ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ 500 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ആദ്യമായി നമുക്ക് ഈ ചിക്കൻ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും ചേർത്ത് കുക്കറിലിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിനാവശ്യമായിട്ടുള്ള മസാലാസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എന്നിവ ചേർത്തു. ഇനി നമുക്കിതിലേക്ക് ഡീപ്പ് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വലിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 2 വലിയ ഉള്ളി ചെറുതായി സ്ലൈസ് ചെയ്തിട്ടാണ് ഡീപ്പ് ഫ്രൈ ചെയ്ത് വെച്ചത്. ഇതിലേക്ക് നമുക്കിനി സാദാ ജീരകപ്പൊടി പൊടിച്ചത് ഒരു നുള്ള് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പിലയും പിന്നെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഡിഷിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. ഇനി നമുക്കിതൊരു 20 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിൽ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ച് വെച്ചതുകൊണ്ട് തന്നെ നമുക്കിതിലേക്ക് ഇനി വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഫ്ലെയിം സിമ്മിലിട്ട് നമ്മളെ മസാലാസൊക്കെ നന്നായി പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെച്ച് കുറച്ച് നേരം വേവിച്ചെടുക്കാം. ഇടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. കാരണം നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇതിൽ ഓൾറെഡി ഉള്ള വെളിച്ചെണ്ണ മാത്രം ഉപയോഗിച്ച് ഡ്രൈ ആയിട്ട് എടുക്കുക ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരും കുറച്ച് മല്ലിയിലയും ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ ചുക്ക ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മുടെ ചിക്കൻ ചുക്ക ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ആവശ്യമായിട്ടുള്ള ഒരു അടിപൊളി ചിക്കൻ റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളെ കമൻറ്റ്സ് അറിയിക്കാൻ വേണം.